ബഡ്ജറ്റ് 2025 വന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു 12 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ട വരില്ല എന്നുള്ളതും പുതുക്കിയ ഇൻകം ടാക്സിന്റെ സ്ലാബുകളും കുറഞ്ഞ ഇൻകം ടാക്സിന്റെ റേറ്റുകളെല്ലാം നമ്മൾ കണ്ടതാണ് കേട്ടതാണ്. എന്നാൽ ഈ വരുന്ന ജൂണിലും ജൂലൈയിലും ഫയൽ ചെയ്യാൻ പോകുന്ന ഇൻകം ടാക്സ് റിട്ടേണിന് ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള പച്ചയായ സത്യം നിങ്ങളെല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട് 2024-25 ഫിനാൻഷ്യൽ ഇയറിന്റെ ടാക്സ് പ്ലാനിംഗ് വീഡിയോയുടെ പാർട്ട് 1 എല്ലാവർക്കും സ്വാഗതം. സാലറി ഇൻകം വാങ്ങിക്കുന്നവരെയാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നിലവിൽ 2 ടാക്സ് റെജിംസ് ആണ് ഉള്ളത്. ഒന്ന് ഡിഡക്ഷൻസ് അനുവദിക്കുന്ന ഓൾഡ് ടാക്സ് റെജിമും 2 ടാക്സ് റേറ്റുകൾ കുറഞ്ഞ റിബേറ്റിന്റെ ഉയർന്ന പരിധിയുള്ള ന്യൂ ടാക്സ് റെജിമും. കഴിഞ്ഞ 3-4 ബഡ്ജറ്റുകളൊന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ന്യൂ ടാക്സ് റെജിമിന് ബെനിഫിറ്റ്സ് കൂട്ടി കൊടുത്ത് ഓൾഡ് ടാക്സ് റെജിമിനെ പയ്യെ വിഡ്രോ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഗവൺമെന്റ്. ഇതിന്റെ ഫലമായി തന്നെ ന്യൂ ടാക്സ് റെജിമാണ് കൂടുതൽ ആളുകൾക്ക് ബെനിഫിഷ്യൽ ആവുന്നതും തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും ഓൾഡ് ടാക്സ് റെജിമിൽ ഡിഡക്ഷൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും ടാക്സ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് മറുവശം. പക്ഷേ മുൻപത്തേനേക്കാളും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് മിനിമം കുറച്ചധികം ഡിഡക്ഷൻസ് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ഓൾഡ് ടാക്സ് റെജിം ബെനിഫിഷ്യൽ ആവുകയും ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നത്. ആ മിനിമം എത്ര രൂപ ഡിഡക്ഷൻസ് വേണം നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റെജിം ബെനിഫിഷ്യൽ ആവാൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടി നിങ്ങളുടെ ഇൻകത്തിന്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. 1 7,75,000 രൂപ ഇൻകം ഉള്ളവൻ, 2 8 ലക്ഷം രൂപ ഇൻകം ഉള്ളവൻ, 3 10 ലക്ഷം രൂപ ഇൻകം ഉള്ളവൻ, 12 ലക്ഷം രൂപ ഇൻകം ഉള്ളവൻ, 15-15-ലധികം ഇൻകം ഉള്ളവൻ. ഇതിൽ 7,75,000 രൂപ വരെ ഇൻകം ഉള്ളവനെ സംബന്ധിച്ച് ഒരു ചോദ്യത്തിന്റെ ആവശ്യം തന്നെയില്ല. നിങ്ങൾക്ക് എപ്പോഴും ന്യൂ ടാക്സ് റെജിമാണ് ബെനിഫിഷ്യൽ. കാരണം ഉയർന്ന റിബേറ്റിന്റെ പരിധി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട വരില്ല എന്നുള്ളതാണ്. 2 8 ലക്ഷം രൂപ ഇൻകം ഉള്ളവനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് മിനിമം 2 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻസ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടാണ്ട് 2 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ഓൾഡ് ടാക്സ് റെജിം ബെനിഫിഷ്യൽ ആവുകയുള്ളൂ. ഈ 2 ലക്ഷത്തിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര രൂപ ഡിഡക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു അതിന്റെ 20% നിങ്ങൾക്ക് ടാക്സ് സേവിങ്സ് കിട്ടും. അതായത് 2,20,000 രൂപ നിങ്ങൾക്ക് ഡിഡക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയ 20,000 രൂപയുടെ 20% ആയ 4,000 രൂപ നിങ്ങൾക്ക് ടാക്സിലെ ബെനിഫിറ്റ്സ് കിട്ടും. ഇനി 10 ലക്ഷം രൂപ ഇൻകം ഉള്ളവനെ സംബന്ധിച്ച് 3 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻസ് എങ്കിലും മിനിമം വേണം ഓൾഡ് ടാക്സ് റെജിം ബെനിഫിഷ്യൽ ആവാൻ വേണ്ടി. ഇത് 12 ലക്ഷം രൂപ ഇൻകം ഉള്ളവനെ സംബന്ധിച്ച് 3,70,000 രൂപയുടെ ഡിഡക്ഷൻസ് എങ്കിലും വേണം. 15 ലക്ഷം രൂപ ഇൻകം ഉള്ളവനെ സംബന്ധിച്ച് 4,10,000 രൂപയുടെ ഡിഡക്ഷൻസ് എങ്കിലും വേണം. എങ്കിലാണ് നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റെജിം ബെനിഫിഷ്യൽ ആവുന്നത്. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര രൂപ ഡിഡക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു അതിന്റെ 30% വരെ നിങ്ങൾക്ക് ടാക്സിൽ സേവ് ചെയ്യാൻ പറ്റും. ഈ 15 ലക്ഷം രൂപ ഇൻകം ഉള്ളവനെ സംബന്ധിച്ച് 4,10,000 രൂപ ഡിഡക്ഷൻസ് ഉണ്ടാക്കുക അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് HR തന്നെ ചിലപ്പോൾ 2-3 ലക്ഷം ക്ലെയിം ചെയ്യണ്ടാവും. പിന്നെ LT ഉണ്ട്, ATC, ATD ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ലെവലിലേക്ക് എത്താവുന്നതാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും ഈ മിനിമം ഡിഡക്ഷൻസിലേക്ക് എത്താൻ പോകുന്നില്ലെങ്കിൽ പിന്നെ വെറുതെ ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ് ഇട്ടും ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി ലൈഫ് ഇൻഷുറൻസ് കാരണം മെഡിക്കൽ ഇൻഷുറൻസ് കാരണം നിങ്ങളുടെ ലിക്വിഡിറ്റി നശിപ്പിച്ച് കാട്ടിക്കളയരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു.